ഇന്നലെ വീണ മോൾക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന അച്ഛനും മനസമാധാനം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു. നമുക്കറിയാം, CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ ഹർജി ഇന്നലെയാണ് ഹൈക്കോടതി തള്ളിയത്. ഇതോടുകൂടി വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത്. പൂർണ്ണമായിട്ടും EDക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, CMRL സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയിലേക്ക് CMRL പോകുന്നതിന് മുമ്പ് തന്നെ പഴുതടച്ചിട്ടുള്ള എല്ലാ തെളിവ് ശേഖരണവും കരുതലോടും കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറക്കാനും വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകളൊക്കെ എന്തായാലും അരിച്ചു പിറക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ അടുത്ത നീക്കം ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ വീണയ്ക്ക് സമൻസ് അയക്കുക, ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെയും വീണയുമായും CMRL-യുമായി ബന്ധപ്പെട്ട് 12ഓളം സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് വീണയോട് ED ഉദ്യോഗസ്ഥർ പല ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും വീണ മോൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും വീണ കൊടുത്തിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുൻനിർത്തി നടത്തിയ പരിശോധനകളിലൊക്കെ ലഭിച്ചിട്ടുള്ള നിർണായകമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അന്നും വീണയെ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ വിളിച്ചു വരുത്തിയത്. നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഇടക്ക് കുറച്ച് വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വീണ ബംഗളൂരുവിൽ ഹാജരായി എന്നും വീണ വരുന്നതിന്റെ ദൃശ്യങ്ങളുമൊക്കെ അപ്പൊ അത്രത്തോളം ഒളിമറയോടുകൂടി നടത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചോദ്യം ചെയ്യലിനൊക്കെ വീണയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ED എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് വീണയ്ക്ക് അവിടെ പൂർണ്ണമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത്? ഇനി വിളിച്ചു വരുത്തുമ്പോൾ വീണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരിക്കുമോ എന്നുള്ള ആശങ്കയല്ല, EDക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ചോദ്യം ചെയ്യണം എന്നുള്ളത്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഒരു പക്ഷേ ED ഒന്ന് ശങ്കിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്കയുമൊക്കെ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള അന്വേഷണം ഇനി ഉണ്ടാകും. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൂടി നൽകിയിരിക്കുന്നത്.